കോഴിക്കോട് പെരുവയലിൽ പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. സംഭവത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ഇന്ന് രാവിലെ പാലക്കാടുള്ള കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് പ്രതികളെ അന്വേഷിച്ച് ഇവിടെ വന്നതാണ്. അപ്പോൾ പ്രതികൾ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി സ്ഫോടക വസ്തു എറിഞ്ഞ് അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 4 പോലീസുകാർക്കും മറ്റും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ ലൈസൻസ് ഇല്ലാത്ത തോക്കും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്താ സംഭവിച്ചത്? ഇവര് ഒരു റോബറി കേസിലെ പ്രതികളാണ്. അവരെ രഹസ്യവിവരം കിട്ടി അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഇവര് ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. തോക്ക് കീഴ്പ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അത് ഏറുപടക്കം എറിഞ്ഞു. റിയാസ് KM ചേരുന്ന വിവരങ്ങളുമായി. റിയാസ്, ഏതായാലും പോലീസിന് നേരെയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞത്. പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നെത്തിയ പോലീസിന്റെ പ്രത്യേക സംഘത്തിനാണ് നേരെയാണ് പ്രതികളുടെ ആക്രമം കോഴിക്കോട് പെരുവയലിലെ ഒരു സ്വകാര്യ വില്ലയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രതികൾ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. സംഭവത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയുമായിരുന്നു ഈ പ്രതികൾ ചെയ്തത്. ഇവർക്കെതിരെയുള്ള അന്വേഷണം ഒറ്റപ്പാലത്ത് നിന്നുള്ള പ്രത്യേക സംഘമാണ് നടത്തി വരുന്നത്. ഇവർ പെരുവയലിലെ കൊടശ്ശേരി താഴത്തുള്ള സ്വകാര്യ വില്ലയിലാണ് താമസിച്ചിരുന്നത്. ഇത് പ്രതികൾ താമസിക്കുന്ന ഈ വില്ലയിൽ പോലീസ് എത്തി വാതിൽ മുട്ടിയതോടുകൂടി അത് പോലീസാണെന്ന് പ്രതികൾക്ക് മനസ്സിലാക്കുകയും സ്ഫോടക വസ്തുക്കൾ പോലീസിന് നേരെ എറിയുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. സംഭവത്തിൽ 4 SIT അംഗങ്ങൾക്കാണ് പരിക്കേറ്റത്. തുടർന്ന് മാവൂർ, കുന്നമംഗലം എന്നീ സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് 5 പ്രതികളാണ് മുറിയിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇയാളെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലെ 2ാം പ്രതി വിഷ്ണു സൽമാൻ, പ്രമുഖ കുറ്റവാളിയായിട്ടുള്ള ആട് ഷമീർ, ഒപ്പം തന്നെ ഡേവിഡ് ജാംസൺ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. 5ാമത്തെ പ്രതിക്കായി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. സ്ഫോടക വസ്തു ഉൾപ്പെടെ വിദഗ്ധർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.